കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ. ആശയിൽ സന്തോഷിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല തിരുവെഴുത്താണ് നമ്മൾ വായിച്ചത്. വളരെ പ്രാധാന്യം അർഹിക്കുന്നതുമായ ചിന്തകളുമാണ്. എന്താണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ? ആശയിൽ സന്തോഷിക്കണം, ഹല്ലേലൂയ. കഷ്ടതയിൽ എന്ത് ചെയ്യണം? സഹിഷ്ണുത കാണിക്കണം. മൂന്നാമത് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. നാലാമത് വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിക്കണം. അഞ്ചാമത് അതിഥി സൽക്കാരം ആചരിക്കണം. ഈ 5 വിധ കാര്യങ്ങളും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവാത്മാവ് നൽകി തന്നിരിക്കുന്നതും അത് ചെയ്യുവാൻ നാം ബാധ്യസ്ഥരുമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും നമുക്ക് തകർന്നു പോകാതെ നിൽക്കുവാൻ കഴിയും. കാരണം ദൈവാത്മാവ് നമ്മോടൊരു കാര്യം കൽപ്പിച്ചാൽ നമ്മളിത് ചെയ്യുവാൻ തുനിയുമ്പോഴാണ്, നാം ആ ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കഴിയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, ദൈവത്തിന് വേണ്ടി നാം എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നോ അത് മനസ്സോടെ നാം ചെയ്യുമ്പോഴാണ് ദൈവത്തിന് നമ്മുടെ ഉള്ളിൽ നീതിയെ വെളിപ്പെടുത്താൻ കഴിയുന്നത്. ഹല്ലേലൂയ. യഹൂദന്മാരുടെ വിശുദ്ധ പുസ്തകത്തിൽ മനുഷ്യ ഏത് സമയത്തും നിന്റെ പ്രത്യാശ കൈവിടരുത് എന്ന് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം മനുഷ്യൻ്റെ പ്രത്യാശ ഏത് സാഹചര്യത്തിലും കൈവിട്ട് കളയാതെ മനുഷ്യൻ പ്രത്യാശയിൽ നിൽക്കുന്നെങ്കിൽ മാത്രമേ അവന് വിജയകരമായൊരു ജീവിതം നയിപ്പാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഒരു മനുഷ്യനും മരണശിക്ഷ വിധിച്ച് അവൻ്റെ കഴുത്ത് കഴുമരത്തിൽ കയറ്റിയ ശേഷം അവനെ കൊല്ലുവാൻ വേണ്ടി അവൻ്റെ കഴുത്തിന് നേരെ വാൾ ഉയർത്തുന്ന സമയത്തും ആമേൻ നിൻ്റെ പ്രത്യാശ കൈവിടരുത്, ദൈവം നിന്നെ രക്ഷിക്കും എന്ന് ആമേൻ പറയുന്ന ഒരനുഭവം ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു. അതേ മനുഷ്യൻ ആമേൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനാണ്, തൂക്കുമരത്തിൻ്റെ മുമ്പിലാണ്. ഏതു സമയത്തും അവൻ്റെ ജീവിതം ആമേൻ നഷ്ടപ്പെടും, അവൻ്റെ മരണം സംഭവിക്കും. ആ സമയത്തും അവനെ തൂക്കുമരത്തിൽ ഇട്ടുകൊണ്ട് പറയുന്നത്, നിൻ്റെ പ്രത്യാശ കൈവിടരുത്, ദൈവം നിന്നെ രക്ഷിക്കും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, സഹോദര, സഹോദരി, നിൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുത്. മരണകരമായ അനുഭവത്തിലൂടെ നീ കടന്നുപോയാലും, ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വേറെ നിനക്ക് കടന്നു വന്നാലും നിൻ്റെ പ്രത്യാശ കൈവിട്ട് കളയാതെ ആശയിൽ സന്തോഷിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ആമേ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിച്ചുകൊണ്ട് നീ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നെങ്കിൽ ആമേ, പരിശുദ്ധനായ ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. ആമേ, നമ്മൾ സംഗീതത്തിലൊക്കെ 71:20 വായിച്ചെന്ന് കാണാൻ കഴിയും. അനവധി കഷ്ടങ്ങളും പ്രയാസങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കില്ലയോ എന്ന് കാണാൻ കഴിയും. അത് അനവധി കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെയും അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങൾക്കൊരു പുതിയ ജീവിതം നൽകുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്, വിശ്വസ്തനാണ്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ആശയിൽ നീ സന്തോഷിക്കണം. ഹല്ലേലൂയ. കഷ്ടതയിൽ നീ സഹിഷ്ണുത കാണിച്ച് പ്രാർത്ഥന ഉറ്റിരിക്കുന്നെങ്കിൽ ആമേൻ, ദൈവം നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത, ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നാത്ത അത്ഭുതകരമായ വിടുതലിനെ ദൈവം നിനക്ക് വേണ്ടി തരാൻ ആഗ്രഹിക്കുക. വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ട്. അത് ഞാൻ ഈ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്നവരുണ്ടെന്ന്, സങ്കടപ്പെടുന്നവരുണ്ട്, ദുഃഖപ്പെടുന്നവരുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ നിരാശയോടെ കടന്നു പോകുന്നവരുണ്ട്. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നീ തകർന്നു പോകണ്ട, നീ മനസ്സുകൊണ്ട് ഭാരപ്പെടേണ്ട. നീ കർത്താവിൽ പ്രത്യാശ വെക്കുന്നെങ്കിൽ ആ പ്രത്യാശ നിൻ്റെ ജീവിതത്തിൽ നിന്നെ ഉയർന്ന വിജയത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. ഹല്ലേലൂയ. നമുക്കറിയാം, ദിനവൃത്താന്ത പുസ്തകം, 1 ദിനവൃത്താന്ത പുസ്തകം 4-ാമത്തെ 10-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയുണ്ട്. യെബേസ് എന്നൊരു മനുഷ്യനെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അവൻ വളരെയധികം ദുഃഖമുള്ള ഒരു മനുഷ്യനായിരുന്നു. അവൻ്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചത് കൊണ്ട് ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, അവന് ആ പേര് നൽകി, യെബേസ് നൽകി. അപ്പോൾ ദുഃഖിതനായി മരിക്കുവാൻ ആഗ്രഹിച്ചില്ല. പിന്നെ യെബേസ് എന്താണ് ചെയ്തത്? ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോട് കൂടിയിരുന്ന അനർത്ഥം എനിക്ക് കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അതെ, അവൻ്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചതുകൊണ്ട്
ആ ദുഃഖപുത്രൻ എന്നുള്ള പേര് അവനുണ്ടെങ്കിലും അവൻ ദുഃഖത്തിൻ്റെ കരുതലിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് കഷ്ടതയിൽ അവൻ നിരാശപ്പെട്ടു പോകാതെ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, എൻ്റെ അതിരൊന്ന് വിശാലമാക്കി തരണമെന്ന്. അതെ, ഇന്ന് പകൽ ലോകമെമ്പാടുമുള്ള എല്ലാ ജനത്തോടും ഞാൻ പറയട്ടെ, നീ കഷ്ടതയുടെ കടന്നു പോകുമ്പോൾ എബേസ് പ്രാർത്ഥിച്ചതുപോലെ നിനക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച്, ഹല്ലേലൂയ, എൻ്റെ അതിരൊന്ന് വിശാലമാക്കണമേ, നിൻ്റെ കൈ എന്നോട് കൂടെ ഇന്നിരിക്കണമേ, അനർത്ഥം എനിക്ക് വ്യസനമായി തീരാതെ എന്നെ ഒന്ന് കാക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ ആമേ, കരയുന്ന കാക്കക്കുഞ്ഞിനും ഹല്ലേലൂയ അതതിൻ്റെതായ ആഹാരം കൊടുക്കുന്ന ദൈവം ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, ആമേ, കർത്താവ് നിന്നെ നിശ്ചയമായി അനുഗ്രഹിക്കും. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതെ, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല കേട്ടോ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു നല്ല ദൈവം നമുക്കുള്ളത് കൊണ്ട് നാം ജീവിതത്തിൽ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് എബേസ് പ്രാർത്ഥിച്ചത് എന്ത് ചെയ്തു? അവന് ദൈവം കൊടുത്തു. അവൻ്റെ ദുഃഖം മാറി, അവൻ്റെ കണ്ണുനീരും മാറി. നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ചില പ്രശ്നങ്ങളാണ് പലപ്പോഴും നമ്മെ നിരാശയിലേക്കും ദുഃഖത്തിലേക്കും കൊണ്ടുപോകുന്നത്. അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ സാധാരണയായി സംഭവിക്കുന്നതാണ്. എന്നാൽ നിങ്ങളുടെ മനസ്സിനെ വിവിധമായ പ്രശ്നങ്ങൾ അലട്ടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ തകർക്കുവാൻ നിങ്ങൾ അനവധി നിരാശകൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അതിനകത്തൊന്നും ഭാരപ്പെട്ടു പോകാതെ ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ അതിൻ്റെ നടുവിൽ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. ഒരുപാട് ജനങ്ങൾ പല കാര്യങ്ങൾ നിമിത്തം ദുഃഖിക്കുക, എങ്കിലും അവരുടെ ഇടയിൽ നിന്നും ദൈവം തൻ്റെ ജനത്തെ വേർതിരിക്കും എന്നുള്ളത് തിരിച്ചറിയണം. ഒരുപാട് ജനങ്ങൾ വിവിധമായ വിഷയങ്ങളാൽ ഭാരപ്പെട്ട് കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്നത്. അങ്ങനെ കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന ശ്രോതാവേ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, നിൻ്റെ കണ്ണുനീരിൻ്റെ നടുവിൽ നീ നിരാശപ്പെട്ടു പോകാതെ ആ കണ്ണുനീരിനെ എങ്ങനെ അതിജീവിക്കാം എന്ന് നീ മനസ്സിലാക്കുമ്പോഴാണ് നിനക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയുള്ളൂ. ജീവിതത്തിൽ പലപ്പോഴും ദുഃഖങ്ങളും കണ്ണുനീരുകളും നിരാശകളും ദുഃഖങ്ങളൊക്കെ വന്നിട്ട് നിൻ്റെ ജീവിതം നീ തകർത്ത് കളയാതെ നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന, നിശ്ചയമായി നിൻ്റെ അതിര് വിശാലമാക്കി തരുന്ന കർത്താവിൻ്റെ കരം നിന്നോട് കൂടിയിരിക്കുമെന്ന് നീ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, നിൻ്റെ ജീവിതത്തിനകത്ത് ആ ദൈവം അത്ഭുതം ചെയ്യുന്നത്. കാരണം എബേസ് പ്രാർത്ഥിച്ചു, എബേസിനെ ദൈവം അനുഗ്രഹിച്ചു, അവൻ്റെ അതിര് ദൈവം വിശാലമാക്കി കൊടുത്തു, അവൻ്റെ ദുഃഖങ്ങൾ മാറി. അവൻ അല്ലെങ്കിൽ ദുഃഖപുത്രനായതുകൊണ്ട്, ആ പേരിനുടമയായതുകൊണ്ട് അവൻ അതും പറഞ്ഞ് വിലപിച്ചിരിക്കുവാനല്ല അവൻ ഒരുങ്ങിയത്, അവൻ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. അതെ, ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നെങ്കിൽ ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവം ഒരു അത്ഭുതം ചെയ്യും. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവേ, ഇന്ന് പകൽ നിൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകുക. നീ നിരാശപ്പെട്ടിരിക്കുന്ന, സങ്കടപ്പെട്ടിരിക്കുന്ന, ദുഃഖിച്ചിരിക്കുന്ന ഏത് വിഷയമായിരുന്നാലും അതിൻ്റെ നടുവിൽ ദൈവം ഇന്നൊരു അത്ഭുതം ചെയ്യുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ സത്യവേദ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഹല്ലേലൂയ, ഒരുപാട് ജനങ്ങൾ ഒരുപാട് വിഷയങ്ങൾ ദുഃഖിച്ചിരിക്കും, എങ്കിലും അവരുടെ ഇടയിൽ നിന്ന് ദൈവം തൻ്റെ ജനത്തെ വേർതിരിക്കും. ദൈവം പറയുന്നു, സിയോനിലെ വിഷണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു, അവൻ മഹത്വീകരിക്കപ്പെട്ടിരിക്കുന്നു, അവർക്ക് നീതിവൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതലയെന്നും പേരാകുമെന്ന് യെശയ്യാ പ്രവാചകൻ തൻ്റെ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാ പുസ്തകം 61:3 വായിച്ചാൽ കാണാൻ കഴിയും. അത് തകരുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കുന്നില്ല. തകർത്ത് കളയുവാൻ ശത്രു ഒരുങ്ങിയേക്കാം, പക്ഷേ അതിൻ്റെ നടുവിലും ദൈവം നമ്മെ ഉയർത്താൻ ആഗ്രഹിക്കുന്നത്. ഞാനിന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എന്താണ്? ആശയിൽ സന്തോഷിക്കണം, കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കണം, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം, വിശുദ്ധമായ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കണം, അതിഥി സൽക്കാരങ്ങൾ ആചരിക്കണം. അതെ, ദൈവം നിന്നെ ഇന്ന് പകൽ അനുഗ്രഹിക്കുന്ന ദിവസമാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ലോകമെമ്പാടുമുള്ള സകല ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലവിധമായ കഷ്ടതയും പ്രയാസ സങ്കട ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമേ, അവർ തകർന്നു പോകാതെ അവരെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, വിടുതലയിക്കണമേ. ഏത് വിഷയത്തെ നേടി ഭാരപ്പെടുന്നു അതിന് മറുപടി കൊടുക്കണം, യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.